ആപ്കി അദാലത്തിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ മനീഷ് തിവാരിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ സർക്കാർ വോട്ടിനു വേണ്ടി വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. ഈ ഫുഡ് സെക്യൂരിറ്റി ബിൽ വന്നിരിക്കുന്നത് ഒരു ഓർഡിനൻസിലാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ വളരെ വേഗം നടക്കുന്നത് പോലെ തോന്നുന്നു. തിരഞ്ഞെടുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് 2014 നടക്കത്തുള്ളൂ. താങ്കൾക്ക് വോട്ട് ചെയ്യുന്ന പാർട്ടികളും താങ്കൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന മുലായം സിംഗിനെ പോലുള്ള ആൾക്കാരും അവർക്കും ഇതൊരു പ്രശ്നം തന്നെയാണ്. ഒരു നേതാവ് എന്നോട് പറഞ്ഞു, മനീഷിനോട് ഇത് തീർച്ചയായിട്ടും താങ്കൾ പറയണം. इतनी जल्दी क्या है गौरी साजन के घर जाने की, सखियों के साथ बैठ जरा कुछ बातें हैं समझाने की. നിങ്ങളോട് ആരാണോ ഇതൊക്കെ പറഞ്ഞു തന്നത് അദ്ദേഹത്തെ ഞാൻ ഉറപ്പായിട്ടും ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ പറയുകയാണെങ്കിൽ സത്യം ഇതാണ്, സമാജ്വാദി പാർട്ടിയുടെ കൂടെ ഞങ്ങൾക്ക് ബന്ധമുണ്ട്. അവർക്ക് കുറച്ച് ആശങ്കയുണ്ട്. ഇന്ത്യയിലെ കൃഷിയുടെ കാര്യങ്ങളെ പറ്റി ആലോചിച്ച് അതിനെന്ത് സംഭവിക്കുമെന്നോർത്ത് അവർക്ക് നല്ല പേടിയുണ്ട്. പക്ഷേ കൃഷി മന്ത്രാലയത്തിന്റെ മന്ത്രി പൊതുസ്ഥലങ്ങളിൽ എങ്ങനെയായിരുന്നാലും വളരെ വ്യക്തമാകുന്ന രീതിയിൽ തന്നെ ഈ കാര്യം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിൽ കഴിക്കാനുള്ള ധാന്യം ഒരുപാടുണ്ട്. അതിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു ആശങ്കയും വേണ്ട. ഇതൊക്കെ ചെയ്യുന്നതിനു വേണ്ടി പിന്നെ ദൈവം സഹായിച്ച ഇതുവരെ അതിന് യാതൊരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രകൃതി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴും ഈ നാട്ടിൽ അത്രത്തോളം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതിനുള്ള കഴിവ് ഉണ്ട്. ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് ഞങ്ങൾ ഏത് വിധേനയും പാലിച്ചിരിക്കും. അതിന്റെ കാര്യത്തിൽ വലിയ ആപത്തുകളാണുള്ളത്. ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് ഇതുപോലത്തെ നിയമങ്ങൾ എന്തുകൊണ്ട് പാടില്ല എന്ന് വെച്ചാൽ, പട്ടിണി കാരണം മരിക്കുന്നവരുടെ ശതമാനം വെറും 4%. പക്ഷേ 40% ജനങ്ങൾ പോഷകാഹാരക്കുറവ് കൊണ്ട് കഷ്ടപ്പെടുകയാണ്, ന്യൂട്രീഷൻ കുറവ് കൊണ്ട് മരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് വില കുറഞ്ഞ അരി നൽകുന്നതിന് പകരം മാൽ ന്യൂട്രീഷൻ കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഈ ആപ്കി അദാലത്തിൽ വെച്ച് തന്നെ ഞാൻ വാക്ക് തരികയാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിറവേറ്റിയതിനു ശേഷം ഇനിയുള്ള ബാക്കി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ഈ ഉപ്പുണ്ട്, എണ്ണയുണ്ട്, ആ കാര്യങ്ങൾ ഞങ്ങൾ ഇതിലോട്ട് കൊണ്ടുവന്നത് കൊണ്ട് ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഹോസ്പിറ്റലിൽ സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ജനങ്ങൾ മരിക്കുന്നു. എൻ്റെ അടുത്ത് ചില കണക്കുകളുണ്ട്. ഓരോ 3ാമത്തെ ഗർഭിണി സ്ത്രീയും കൃത്യമായ ആഹാരം ഇല്ലാത്തതുകൊണ്ട്, രക്തമില്ലാത്തതുകൊണ്ട് ബാധിക്കുന്നു. ഒരുപക്ഷെ കുട്ടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് യൂണിസെഫിന്റെ കണക്കാണ്. ഓരോ മണിക്കൂറിലും 180 കുട്ടികൾ മാൽ ന്യൂട്രീഷൻ കാരണം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷെ ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇതിനൊന്നും എവിടേക്കും ഓടിയൊന്നും പോയിട്ടില്ല. പിന്നെ ഞാൻ ഒന്നിനെയും തന്നെ വേർതിരിച്ച് കാണുന്നില്ല. നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്, മാൽ ന്യൂട്രീഷ്യൻസ് ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ മാൽ ന്യൂട്രീഷ്യൻസിന്റെ പ്രശ്നം സോൾവ് ചെയ്യുന്നതിനു വേണ്ടി പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണത്തിനുള്ള ധാന്യങ്ങളുണ്ട്, അവരുടെ ദിവസേന ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ അത് കൊടുക്കണം. അതായത് ഞാനിപ്പോ പറഞ്ഞു വരുന്നത്, അതിലും ജനങ്ങൾക്ക് സംശയമാണ്. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ നൽകുന്ന സിസ്റ്റം ഇല്ലേ, അതായത് ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അത് അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഇത് രാജീവ് ഗാന്ധിയും പറഞ്ഞിരുന്നു, ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പറയുന്നു. ജനങ്ങളുടെ അടുത്തേക്ക് ആ ധാന്യങ്ങളും അതുപോലെ പണവും പോയി ചേരുന്നില്ല. അതിൽ നിന്ന് 1/3 ആരോ അടിച്ചു മാറ്റുന്നുണ്ട്. അതായത് രജിത് സാർ, ഇതിപ്പോ ഏത് സംസ്ഥാനമായിരുന്നാലും അവിടെ പൊതുവിതരണം എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. ഞാൻ പറയുന്നത്, പൊതുവിതരണ നിയമം വന്നതിന് ശേഷം ജനങ്ങൾക്ക് കോർട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കും. ആ നിയമത്തെ നടപ്പിലാക്കുക എന്ന് പറയുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് നിങ്ങൾ തരേണ്ടത് എന്താണെന്ന് വച്ചാൽ, ജനങ്ങളിലേക്ക് അത് എത്തിച്ചേരുന്നില്ല എന്ന് പറയണം. നിങ്ങളിപ്പോ പറയുന്നത് പ്രതിപക്ഷത്തിന്റെ, പ്രധാനമായും BJPയുടെ അവരുടെ സംശയം കൃത്യമാണോ? ഈ കോൺഗ്രസ് ഈ ഓർഡിനൻസ് ഇതിനു വേണ്ടിയാണ് കൊണ്ടുവന്നത്, വോട്ട് കിട്ടാൻ വേണ്ടി. ഫുഡ് സെക്യൂരിറ്റിയേക്കാൾ കൂടുതൽ ഇതിൽ വോട്ട് സെക്യൂരിറ്റിയാണ് ഉള്ളതെന്ന്. ഇപ്പോ ഭാരതീയ ജനതാ പാർട്ടി ശരിക്കും രാജ്യത്തിന്റെ കാര്യം പാർട്ടിയുടെ കാര്യത്തെക്കാളും വലുതായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അതൊക്കെ നടക്കും. ഞാനിപ്പോ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഓർഡറൊക്കെ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ അവരാദ്യം ഇതിൽ പങ്കുചേരണം. അതൊന്നും ചെയ്യാതെ ഇതിനെപ്പറ്റി വിമർശനം ഉന്നയിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇനിയിപ്പോൾ അവർ വിമർശിക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം ആരാണ്, ഏത് രാഷ്ട്രീയ നേതാക്കളാണ്, ആരാണ് സഹായിക്കുന്നത്, ഇതെല്ലാം ജനങ്ങൾക്കറിയാലോ. പക്ഷേ താങ്കൾ എന്റെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല. ഫുഡ് സെക്യൂരിറ്റിയോടൊപ്പം തന്നെ താങ്കൾ വോട്ട് സെക്യൂരിറ്റിയും നൽകുന്നുണ്ടോ? ഇത് നോക്ക്, വോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രജിത് സാർ, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ദൈവങ്ങളെന്ന് പറയാറുണ്ട്. ഇപ്പോൾ 2014 വരുമ്പോ ജനങ്ങളുടെ തീരുമാനം എന്തായിരുന്നാലും ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യും. ഒരുപക്ഷെ ജനങ്ങളെ സേവിക്കാൻ ജനങ്ങൾ വീണ്ടും ഒരു അവസരം തരികയാണെങ്കിൽ ഞങ്ങൾ ജനങ്ങളെ സേവിക്കും. വാക്ക് കൊടുത്തതല്ല ഞങ്ങൾ പാലിക്കും. വേറൊരാൾക്കാണ് അവസരം കൊടുക്കുകയാണെങ്കിൽ അവരുടെ നല്ല തീരുമാനങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കും. ഇത് ജനാധിപത്യ രാജ്യമല്ലേ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുമെന്നേ. ഞാൻ താങ്കളോട് ഈ ചോദ്യമാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഉത്തരാഖണ്ഡിൽ നിന്നാണ് വരുന്നത്. എനിക്ക് താഴെ തട്ടിലുള്ളവരെ പറ്റി നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മൺട്രേക്കയെ പറ്റി സംസാരിക്കണമെങ്കിൽ
അവർക്ക് എത്ര തുക വന്നാലും അത് ഒരിക്കലും അക്കൗണ്ടിലേക്ക് വരാറില്ല. അതില് എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്നോ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നോ അതിൽ പാതി കൂടുതൽ ആൾക്കാർ മരിച്ച വിവരം ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് തന്നെ. പക്ഷെ അവരുടെയൊക്കെ പേരിൽ മൺരേഖ സ്കീം നടക്കുന്നുണ്ട്, അവരുടെ അക്കൗണ്ടിലേക്ക് കാശും പോകുന്നുണ്ട്. അപ്പോൾ വരുന്ന കാശില് പാതി കാശും ഇതിന്റെ ഇടയ്ക്കുള്ളവരാണ് കൊണ്ടുപോകുന്നത്. സോ ഇതിനെപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതുപോലെ മൺരേഖ സ്കീം ഏതുവരെ വിജയം കൈവരിച്ചിട്ടുണ്ട്? മൺരേഖ ഹാസിന്റെ ഉപയോഗമുണ്ടല്ലോ, അതാ ഗ്രാമത്തിലെ പഞ്ചായത്ത് വഴിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഗ്രാമത്തിൽ നിന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തിൽ നിന്നിട്ടോ വരികയാണെങ്കിൽ അവിടെ ഇങ്ങനെയുള്ള ജനങ്ങൾ ഉണ്ടെങ്കിൽ, അവര് ജനങ്ങളുടെ കാശും അടിച്ചു മാറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്കെതിരെ നടപടി എടുത്തിരിക്കും. ആക്ച്വലി ഇത് ഫുഡ് സെക്യൂരിറ്റിയെ കുറിച്ചാണ്. ഈ ആഹാര സാധനങ്ങൾ പൊതുജനങ്ങൾക്ക് കൃത്യമായി പോയി എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ജനങ്ങളുടെ ചോദ്യം. ഇതേന്നൊക്കെ നിങ്ങൾ പറയുന്നത് പൂർണ്ണമായിട്ടും ശരി തന്നെയാണ് രജിത് സാർ. അവസാന നിമിഷം ഏതെങ്കിലും ഒരു സർക്കാരിന്റെ സ്കീം സർക്കാരിന്റെ പക്കൽ നിന്ന് ജനങ്ങളിലേക്ക് പോകുന്ന വഴിയിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റ് നടക്കാമല്ലോ. പിന്നെ ഈ നാട്ടിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്കെതിരായിട്ടുള്ളത് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എതിരായിട്ടുള്ളതും എല്ലാവർക്കും ഉള്ളതാണ് ഈ ലാസ്റ്റ് മൈലില്. ഇതെങ്ങനെ ശരിയാക്കാൻ പറ്റും? ഇതിലുള്ള പോംവഴി എന്താണ്? ഇന്ത്യയിലുള്ള പാവപ്പെട്ട ജനങ്ങളിൽ വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ ഇത് ഇതിനു വേണ്ടി തന്നെയാണ് ലഭിച്ചിട്ടുള്ളൂ. സർക്കാർ. ഇല്ല, ഞാൻ പറഞ്ഞു വന്നത് അതിന് തന്നെയാണ് വേറൊരു സ്കീം. സർക്കാർ തുടക്കമിട്ട വേറൊരു സ്കീം, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ഇതേ നോക്ക്, ധാന്യങ്ങൾ അല്ലല്ല, ഫിസിക്കലി നിങ്ങൾ ഞാൻ എന്താണ് ഡെലിവറി ചോദിച്ചതെന്ന് ചെയ്തേ വെച്ചാ- പറ്റത്തുള്ളൂ. ഉറപ്പായിട്ടും അല്ല, ഫിസിക്കലി അതിന് തന്നെയായിരിക്കണം ചെയ്യേണ്ടത്. പക്ഷേ അതെ. കാശിന്റെ കാര്യം പറയുകയാണെങ്കിൽ, കാശ് DBT വഴി ജനങ്ങളിലേക്ക് അയക്കുന്ന സമയത്ത് അതിന്റെ ലക്ഷ്യം നോക്കുകയാണെങ്കിൽ ഒന്ന് മാത്രമാണ്. ഇപ്പോൾ ഡൽഹിയിലെ 1 രൂപ അയക്കുകയാണെങ്കിൽ ആ 1 രൂപ ജനങ്ങളുടെ പക്കൽ എത്തിയിരിക്കണം. പക്ഷേ ഞങ്ങൾ അതിന്റെ എന്താ ഇപ്പൊ പറഞ്ഞു ശതമാനക്കണക്ക് വരുന്നതെന്ന് എന്റെ വെച്ചാൽ, പക്കലുണ്ട്. അരുണ റോയ്, അതായത് സോണിയാഗാന്ധിക്ക് വളരെ ക്ലോസ് ആയ വ്യക്തിയാണ്. NSC മെമ്പർ ആയിരുന്നു. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, അവർ അജ്മീറിൽ അന്വേഷിച്ചിരുന്നു. 35,000 പേർക്ക് പണം അയച്ചിരിക്കുന്നു. പക്ഷെ 150 പേർക്കേ കിട്ടിയുള്ളൂ. ദേ നോക്ക്, ഞാനിതിന് വേറൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ അടുത്തുള്ള സ്റ്റേറ്റിലെ, അതായത് 51 സംസ്ഥാനങ്ങൾ സർക്കാർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഞങ്ങൾ അടുത്തുള്ള സ്റ്റേറ്റില് 10 ഇതിന് മുന്നേയുള്ള ഘട്ടത്തിൽ അതിനെയും തിരഞ്ഞെടുത്തിരുന്നു. പിന്നെ അവിടെ അവർക്കുള്ള അനുഭവം വളരെ നന്നായിരുന്നു. സർക്കാർ അവർക്ക് ഏത് കാശാണോ അയച്ചു കൊടുത്തത് അത് ജനങ്ങളുടെ അടുത്ത് തന്നെ എത്തിച്ചേർന്നു. ഞങ്ങളുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ, കാശ് ജനങ്ങൾക്ക് കൊടുത്താൽ മാത്രമേ ഭാരത് മഹാനാകൂ. ഇതാണ് DBTയുടെ പിന്നിലുള്ള ലക്ഷ്യം.